വിദേശങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ബട്ട് ഇന്ത്യയിൽ മാത്രം 1600 വെറൈറ്റി. അതിൽ 3 വെറൈറ്റി മാത്രം നമ്മുടെ ഹോട്ട് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത്. പരാഗണത്തിന് വേണ്ടി ഈ ഒരു മരം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റില് കൂടുതലായിട്ടും പരാഗണം നടക്കും. കർണാടക, ആന്ധ്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എല്ലാ സ്ഥലത്തും ഈ ചെടികൾ എവിടെയൊക്കെ ചൂട് അധികമായിട്ടുണ്ടോ ഈ വെറൈറ്റിയെ അവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ടുള്ള ചെടി മാത്രം കൃഷിക്കാർക്ക് കൊടുക്കും. മോശമായിട്ട് ചെടികളൊന്നും ആർക്കും തന്നെ കൊടുക്കാറില്ല. അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇവിടെ തന്നെ നശിപ്പിച്ചു കളയും. തുടക്കത്തിൽ തന്നെ നശിപ്പിക്കും. ആപ്പിൾ ഫാമിംഗ് ലോകമെമ്പാടും പ്രചാരമുള്ള ഒരു കാർഷിക രംഗമാണ്. പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധേയവുമാണ്. ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടും സാമ്പത്തികപരമായി ഏറെ മെച്ചമുള്ള കൃഷിരീതി ആയതുകൊണ്ടും ഇന്ത്യയിലുടനീളം പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് ആപ്പിൾ കൃഷി. ഇന്ത്യയിൽ പ്രധാനമായും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആപ്പിൾ കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ തണുപ്പ് കൂടിയ പ്രദേശമായ മൂന്നാറും അതുപോലെ തന്നെ കേരള, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും ഈ കൃഷി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കും ഒരു ആപ്പിൾ ഫാമിംഗ് കൃഷി ആരംഭിച്ചുകൂടാ? ശരിയായ അറിവും വൈവിധ്യവും ഉപയോഗിച്ച് നിങ്ങൾക്കും സ്വന്തമായി ആപ്പിൾ കൃഷി ആരംഭിക്കാവുന്നതാണ്. അതിൽ നിന്ന് മികച്ച വരുമാനവും നേടാവുന്നതാണ്. ഒരു ആപ്പിൾ കൃഷി നടത്താനും അതിൽ നിന്ന് മികച്ച വരുമാനം നേടുന്നതിനുമുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുമുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഫ്രീഡം ആപ്പിലെ ആപ്പിൾ ഫാമിംഗ് കോഴ്സ്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. സാർ, സ്യൂട്ടബിൾ എന്ന് പറയുന്നതിലും കൂടുതലായിട്ട് നമ്മുടെ മണ്ണ് എല്ലാ വെറൈറ്റികളും കൃഷി ചെയ്യുന്നതിനായിട്ട് നല്ല ഗുണനിലവാരമുള്ള പക്വതയുള്ള ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. രണ്ടാമതൊരു ചോയ്സ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനിത് വാങ്ങിക്കൊണ്ട് വെച്ചത്. സാർ, ആപ്പിൾ മരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. സാധാരണയായിട്ട് ഒരു 20-25 അടി ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. അതുകൊണ്ട് ഹിമാചൽ പ്രദേശിലേക്ക് 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടേക്ക് നോക്കിയാൽ കാണുന്നത് അവർക്കൊക്കെ പ്ലെയിൻ ലാൻഡ് വളരെ കുറവാണ്. കുന്നുകളൊക്കെ JCB കൊണ്ട് വാരിക്കോരി നിരപ്പാക്കി വച്ചിരിക്കുന്നത്. അതായത് കുന്നുകളിടിക്കുമ്പോൾ എങ്ങനത്തെ മണ്ണ വരുന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ? ആ ചിത്രം നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നുണ്ടായിരിക്കും. മണ്ണ് നന്നായിരിക്കില്ല. അവർക്കെന്താ, ഓൺലി ആ എക്സ്റ്റേണൽ ഫീഡ് ഉണ്ടല്ലോ, അതുപയോഗിച്ചാണ് ഈ മരങ്ങൾ അവർ വളർത്തുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് എന്താന്ന് വെച്ചാൽ ഈ മണ്ണ് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ കർണാടകയിൽ യൂഷ്വലായിട്ട് ഒരു 15-20% മണ്ണ് കൃഷിക്ക് അത്ര യോജിച്ചതായിട്ട് കൃഷിക്ക് സ്ഥലം കൊടുത്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുമാത്രമല്ല 70 മുതൽ 80% മണ്ണ് നല്ലത് തന്നെയാണ്. മാത്രമല്ല ഞങ്ങളുടെ ഇവിടെയുള്ള മണ്ണ് നല്ല ഗുണമുള്ള മണ്ണാണ്. ബട്ട് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുന്നുകളെയൊക്കെ ഇടിച്ചിട്ട് ഈ കൃഷിസ്ഥലം വെച്ചിട്ടുണ്ടാകും. അവിടെ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ CPGയിൽ നിന്നും മരം നന്നായിട്ട് വളരില്ല. ഇപ്പോൾ അടയ്ക്കാത്തോട്ടം തന്നെ വച്ചിട്ടുണ്ടാകാം. എന്താകുമെന്ന് വെച്ചാൽ ആ ഭാഗത്തും ഈ ഭാഗത്തും അതെടുത്തിട്ടുണ്ടാവില്ല, ഈ ഭാഗത്തും എടുത്തിട്ടുണ്ടാവില്ല. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ കീറിയിട്ട് ഒരു തോട്ടം പോലെ വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ സ്ഥലത്ത് എന്താകുന്ന വെച്ചാൽ CPG കൂടുമ്പോൾ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ആ സ്ഥലത്ത് അധികമാകുമ്പോൾ ഒരു കൃഷിയും നന്നായിട്ട് വളരില്ല. വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളും വരില്ല. അവിടെ വെള്ളം ശരിക്കും വലിച്ചെടുക്കണം. അതിനെ വെറാസിറ്റി എന്നാണ് പറയുന്നത്. വെള്ളം തങ്ങി നിൽക്കാതെ മഴ വരുമ്പോൾ മണ്ണിന് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഒരു കൃഷിക്കും നല്ലതല്ല. സാർ, വളരെ യോജിച്ചതാണ് സാർ. സാർ, ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്, പിന്നെ കരിമണ്ണും ചെമ്മണ്ണും കലർന്ന മണ്ണ്, ഈ 3 മണ്ണിലും കൃഷി ചെയ്യാം. ഈ 3 മണ്ണിലും ഉണ്ടായിരിക്കും. മറ്റു ചിലരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മലയും കുഴിയുമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ കയറിയിറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം നിരപ്പാക്കി യൂഷ്വലായിട്ട് മാതളം പ്ലാന്റേഷൻ ചെയ്തിരിക്കുകയാണ്. സമീപകാലത്ത് മാതളത്തിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ കൃഷിക്കാരൊക്കെ അവശതയായി. മരുന്ന് അടിച്ചടിച്ച് മാതളം വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം മരുന്ന് അടിച്ചേ പറ്റും. ആപ്പിൾ ഫാമിംഗ് കോഴ്സിലെ മണ്ണ്, കാലാവസ്ഥ എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ആപ്പിൾ കൃഷിക്ക് മണ്ണും കാലാവസ്ഥയും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ മണ്ണും കാലാവസ്ഥയും അനുയോജ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ പടിയെന്ന നിലയിൽ ഈ കൃഷി ആരംഭിക്കാവുന്നതാണ്. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? ആപ്പിൾ ഫാമിംഗിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. മഴ വന്നാലും മരുന്നടിക്കണം, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള പ്ലോട്ടിൽ നിന്ന് കാറ്റ് വന്നാലോ ഇല്ല അവിടെ നിന്ന് ഇവിടുന്ന് കാറ്റ് വന്നാലോ മരുന്നടിക്കണം. ഇതുകൊണ്ടൊക്കെ ആൾക്കാരൊക്കെ ക്ഷീണിച്ചു പോവുകയാണ്. ഇതുകൊണ്ടൊക്കെ ആ ഉയരങ്ങളിലുള്ളതൊക്കെ പൊളിച്ചു കളഞ്ഞാലും മണ്ണ് അത്ര നന്നായിരിക്കില്ല. എന്നാലും അവിടെയും വളരും ഈ ആപ്പിൾ, നന്നായിരിക്കും. കുറച്ച് ഇവിടെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വളം ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അത്ര സമമായിട്ടാണ് ഉള്ളതെങ്കിൽ എല്ലാ ജോലിക്കും വളരെ എളുപ്പമായിരിക്കും സാർ. എന്താന്ന് വെച്ചാൽ നമ്മളിത് നടുന്നത് 12 അല്ലെങ്കിൽ 10 അടിയിലാണ് നടുന്നത്. പുല്ല് സാധാരണമായിട്ട് വളരുന്ന സ്ഥലമാണ് സാർ. നമ്മൾ മധ്യത്തിൽ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിൽ
എളുപ്പമായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. ഈ മരം എങ്ങനെയാവുന്ന വെച്ചാൽ, ഈ മരം ഇപ്പോൾ ഞങ്ങളുടെ 2 വർഷമായിട്ടുള്ള മരമാണ്. ഇപ്പൊ തന്നെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇപ്പോ ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞാൽ തന്നെ സാർ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മരത്തിന്റെ പുറത്തേക്ക് വളരുന്ന കൊമ്പുകൾ ഞങ്ങൾ വിട്ടുകളയും. അകത്തേക്കുള്ള കൊമ്പുകൾ ഞങ്ങളത് പതുക്കെ വെട്ടിയെടുക്കും. അതുകൊണ്ട് തന്നെ മരം നന്നായി സാർ ഇപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തരത്തിലുള്ള ആപ്പിളുകൾ ഈ തണുത്ത കാലാവസ്ഥയിൽ വളരും. ഇതുപോലുള്ള കോൾഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇത്തരത്തിലുള്ള ആപ്പിളുകൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഞങ്ങൾ നട്ടിരിക്കുന്ന ആപ്പിള് ചൂടുള്ള പ്രദേശത്ത് വളരുന്ന ആപ്പിളാണ്. കൃഷി ചെയ്യുന്ന തണുപ്പുള്ള പ്രദേശത്ത് വളരുന്നത് ആയിരക്കണക്കിനുണ്ടെങ്കിലും ചൂടുള്ള പ്രദേശത്ത് വളരുന്നത് 3 തരത്തിലുള്ളവയാണ്. വെറും 3 തരം മാത്രം. സക്സസ് ആയിട്ടുള്ളത് 3 തരം മാത്രം. ഇപ്പോ ഞങ്ങളുടെ കൂടെയുള്ള കൃഷിക്കാർ 10 തരത്തിലുള്ളവ നട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വിളവുണ്ടായില്ല. ഈ 3 എണ്ണം അല്ലാതെ മറ്റ് 7 വെറൈറ്റികളിലും ഒരു കായ് പോലും ഉണ്ടായില്ല. ചിക്മംഗ്ലൂരിൽ നടന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 തരത്തിലുള്ളവയല്ലാണ്ട് വേറൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. നമുക്ക് കർണാടകയിലും കൃഷി ചെയ്യാൻ പറ്റുമോ? എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ്. ഏത് ക്ലൈമറ്റിൽ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാം. ഇത് 48 ഡിഗ്രി ചൂട് താങ്ങാവുന്ന വിധത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഈ മരത്തിന് നിങ്ങൾ ഈവൻ ഗുൽബർഗ, റേച്ചൂർ ഇവിടെയൊക്കെ 43 ഡിഗ്രി ഉണ്ടായിരിക്കും. ബെല്ലാരി, ബീദർ ഇവിടെയൊക്കെ 45 ഡിഗ്രി ഉണ്ടായിരിക്കും. ബാഗൽകോട്ട് അവിടെയൊക്കെ അങ്ങനെയുള്ളിടത്തൊക്കെ തീർച്ചയായിട്ടും വളരും. സാർ അതുപോലൊന്നുമില്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഇത് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം. ക്ലൈമറ്റ് വേരി ആകുന്നതുകൊണ്ട് ഉൽപ്പാദനമൊന്നും വേരി ആകുന്നില്ല. ഒരു പരിധിവരെ ആ ടെമ്പറേച്ചർ അങ്ങനെ താങ്ങി നിർത്തും. മനസ്സിലായോ? അതുകൊണ്ട് മഴ എത്ര വന്നാലും ഒരു പ്രശ്നമില്ല. മഴ പെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഴ അങ്ങനെ പെയ്യുന്നുണ്ടെങ്കിൽ ഒരു പഴങ്കഥ പോലെ ഞാൻ പറയാം. എരുമ വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ മഴ വന്നാല് അത് സന്തോഷപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇതങ്ങ് വളർന്നു. അതിന്റെ കൂടെ തെങ്ങും തൈകളും വളർത്താം സാർ. എന്താന്ന് വെച്ചാല് അതിന് 30 അടി 40 അടി സ്പേസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ആപ്പിൾ കൃഷി ചെയ്യാൻ പറ്റൂ. ഇത് നമുക്ക് അടയ്ക്കാത്തോട്ടത്തിലൊന്നും വളർത്താൻ പറ്റുമോ? ഇല്ല സാർ, അത് പറ്റില്ല സാർ. എന്താന്ന് വെച്ചാല് ഇതിന് നല്ല വെളിച്ചവും കാറ്റും ആവശ്യമാണ്. പിന്നെ ഇത് വൃത്തിയാക്കേണ്ടതായി വരും. അതുകൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇതും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. നിഴലുണ്ടെങ്കിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല സാർ. എന്താന്ന് വെച്ചാൽ അടയ്ക്കാമരത്തിൽ 8 9 സ്പേസിങ്ങിലാണ് വെക്കുന്നത്. ഒരുപാട് നിഴലുണ്ടായിരിക്കും. അതുകൊണ്ട് അടയ്ക്കാമരത്തിന്റെ നടുവിൽ ഇത് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. ഇത് നന്നായിട്ട് വളരും. ഒരുപാട് ചിലകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഈ അടയ്ക്ക പറിക്കുമ്പോൾ, അല്ലെങ്കിൽ കള പറിച്ച് ഈ സ്ഥലം ക്ലീൻ ചെയ്യുമ്പോഴാകട്ടെ. അപ്പോഴൊക്കെയാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ല, ആപ്പിൾ മാത്രമേ ഉള്ളൂ സാർ. ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചന്ദനം ഒരു 18 നട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മാമ്പഴം 18 നട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടാവും. സാർ ഇത് കൃഷി ചെയ്യാൻ പറ്റുമോ സാറേ? ഇതിൽ വരുമാനം ഉണ്ടാവുമോ? അത് കിട്ടണമെങ്കിൽ 20 വർഷമെങ്കിലും ആകും. അപ്പം ഞാനൊരു സജഷൻ പറഞ്ഞു കൊടുക്കും. തേങ്ങയിലാണെങ്കിൽ ഇപ്പോൾ വരുമാനം വളരെ കുറവാണ്. അതുകൊണ്ട് തെങ്ങിന് 40 സ്പേസിംഗ് ഉണ്ടെങ്കിൽ ഒരു മരത്തിന്റെ അവിടെ നിന്ന് 10 അടി ഇടവിട്ട് മറ്റൊരു മരത്തിൽ നിന്ന് 10 അടി ഇടവിടുമ്പോൾ ഈ 20 അടി വേസ്റ്റ് ആയി പോകും. അതിന്റെ നടുവിലൂടെ ഒരു ലൈൻ വരും. 30 അടിയിലും 2 ലൈൻ വരും. അതേപോലെ തന്നെ മാമ്പഴവും ചന്ദനവും നടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിന്റെ നടുവിലായിട്ട് ഒരു മരം നടാവുന്നതാണ്. ആപ്പിൾ ഫാമിംഗ് കോഴ്സിലെ മണ്ണ്, കാലാവസ്ഥ എന്നിവ അടങ്ങിയ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ധൈര്യമായി ആപ്പിൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.